ഹലോ ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുള്ളത് കാലിക്കറ്റ് എയർപോർട്ടിലാണ്. നമ്മളെ ചെറിയ ആങ്ങളെ വരികയാണ് കേട്ടോ. അപ്പോൾ ആങ്ങളിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരു വിമാനം അവിടെ ഇറങ്ങണ സൗണ്ട് കേൾക്കാണ്ട്, ഒരു വിമാനം ഇറങ്ങണ സൗണ്ട് കേൾക്കാണ്ട് കേട്ടോ. 9 മണിക്കൂടെ ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമയത്തിലായതാ 9 മണിയായി. അപ്പം നമ്മൾ ചെറിയൊരു സർപ്രൈസൊക്കെ കൊടുക്കാൻ കരുതിയിരിക്കണേ. എന്താകുന്നൊന്നും അറിയില്ല, ആളെ അറിഞ്ഞിട്ടില്ല. വീട്ടിൽ അതേമാതിരി എൻ്റെ കേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കണേ. കേക്ക് ഉണ്ടാക്കണ വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല, അതൊക്കെ ലെങ്ത്ത് കൂടുന്ന വിചാരിച്ചിട്ടേ. അപ്പോൾ ഇൻഷാ അല്ലാ എങ്ങനെയാണ് കാണാൻ പറ്റുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇപ്പം ഇമ്മയും കുട്ടികളൊക്കെ ഉണ്ട് അവിടെ, ഓലക്കട അങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും എന്താണെങ്കിലും എനിക്ക് പറ്റണ മാതിരി വരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ സങ്കടവും സന്തോഷമൊക്കെ ഒരുമിച്ച് കഴിക്കാരം. അതുകൊണ്ട് തന്നെ ഏത് കോലത്തിലേക്കാരും എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായാലും പറ്റണ മാതിരി ഞാനും ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും പ്രവാസം ഒരു വേദന തന്നെയാണ് അല്ലേ. വരുമ്പോൾ ഭയങ്കര സന്തോഷമായിക്കാരം, പോകുമ്പോഴോ നമുക്ക് ഭയങ്കര സങ്കടം. ഇപ്പം ഞങ്ങൾ ഒരാഴ്ച ആയിട്ടുള്ള കുഞ്ഞാമാൻ്റെ മോനാക്കിയിട്ട് ആക്കാൻ വേണ്ടി വന്നിട്ട് ശിവൻ പോയപ്പോൾ ഭയങ്കര സങ്കടമാണ്. ഇപ്പം ഇന്ന് എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വരുമല്ലോ വിചാരിച്ചിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല. മാഷാ അല്ലാ, ഇന്ന് ആങ്ങളെ വരുന്നുണ്ടടാ. ഇന്ന് ഇവിടുന്ന് ഒരു യൂട്യൂബറെ കണ്ടുമുട്ടിട്ടോ, ഭയങ്കര സന്തോഷം. അൽഹംദുലില്ലാ. ഇജ്ജ് ഇവിടെ നിന്ന് കയറി ഇന്നലെ? മാഷാ അല്ലാ, ഹൈറാട്ടോ. പിന്നെന്തൊക്കെയാ? അതിലെ പറ ഇങ്ങനെ പരിപ്പച്ചൻ്റെ ഒപ്പം കൊറേ ഡിലേ ആയല്ലേ. നല്ല ഒന്നും കൂടി നേരെ അങ്ങോട്ടല്ലേ മുത്തെടുക്കാൻ വന്നാണ്. ഇവൻ്റെ സന്തോഷം കണ്ടില്ല, പിന്നെ ഭയങ്കര പൊലിവായിക്കണം കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്തതാണ് ഈ പെട്ടി ഉണ്ടാണ് അവൻ്റെ കഴിക്കുന്നത്. അവന് ഭയങ്കര സന്തോഷമായിക്കണം. ഗൾഫിൽ നിന്ന് വരുന്ന ഒരു ഫീലൊക്കെയാണ് അവന്. അല്ലെങ്കിൽ കുഞ്ഞാക്കെന്നാ വരെ വെച്ച് വെള്ളാർക്ക് നിൽക്കി തുടങ്ങിയിട്ട് കുറേ അയക്കണം. പേരിനൊന്ന് അടുത്ത ദിവസം വരുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ കുടുങ്ങി. പിന്നെ ഇതന്നെ ചോദ്യം, കുഞ്ഞാക്കെന്നാ വരിക. ഓരെല്ലാവരും ഈ വണ്ടിയിലാട്ടോ കയറിയിരിക്കണത്. ഇപ്പോഴാട്ടോ എയർപോർട്ടിൽ നിന്ന് കഴിച്ചിലാണ് മക്കളെ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഞാൻ ഇവിടുന്ന് മുട്ടായി കൊണ്ടുപോകില്ല, ലഗേജ് ഏറെയിക്കാരെന്ന്. അപ്പം അങ്ങനെ മുട്ടായി വാങ്ങാൻ കയറിയതാണ്. നമ്മുടെ അക്ബർ ഗൾഫ് ട്രേഡിങ്ങിലുണ്ട്. അപ്പോൾ മുട്ടായി നോക്കുന്നുണ്ട്, നമുക്ക് പോയാൽ അതിൻ്റെ ഉള്ളിൽ. മാഷാ അല്ലാ, അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒരു മുട്ടായി മാത്രമല്ല എല്ലാ സംഭവം ഉണ്ട്. നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന എന്തൊക്കെയാണോ അതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഫയറൊന്നും അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, ആരും വിഷമിക്കാണ്ട് ഒക്കെ സാധനമൊക്കെ ഇവിടെ സെറ്റാണ് കേട്ടോ.
ഗൾഫിൽ മുട്ടായി വേണ്ടവർക്ക് അതുണ്ട്, നാട്ടിൽ മുട്ടായി വേണ്ടവർക്ക് അതുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇമ്പോർട്ടഡ് അത് വേറെ എല്ലാ ഐറ്റം ഉണ്ട്. നല്ല അടിപൊളി ഇമ്പോർട്ടഡ് ചോക്ലേറ്റുകളൊക്കെ ഉണ്ട് അവിടെ. ഞങ്ങൾ ബൊക്കിംഗ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാഷാല്ലാ. ഇപ്പോൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എല്ലാവരും ബൊക്ക കൊടുക്കലുണ്ടല്ലോ. അപ്പോൾ ബൊക്കിയും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി. നമ്മൾ ബൊക്ക കൊടുത്തിനു. അതാ ചെറിയ ഐറ്റംസ് ആണെങ്കിൽ അങ്ങനെ ഉണ്ട്, വലിയ ഐറ്റംസ് ആണെങ്കിൽ അങ്ങനെ ഉണ്ട്. ഒക്കെ മിതമായ റേറ്റിലാട്ടത് വരെ കൊടുക്കണത്. ബോഡി സ്പ്രേ വല്ലാത്ത എല്ലാ സ്പ്രേയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ എടുത്താ അത് ഇത് ഏതാണ് ഈത്തപ്പഴം? മഷ്റൂം. അപ്പോൾ കൂട്ടുകാർ ഇവിടെ വന്ന് കാണുക തേക്കാൻ കണ്ടിട്ട് നിങ്ങൾ വേണ്ട സാധനങ്ങളായിട്ട് പറഞ്ഞാൽ അത് ഒരുപാട് സെറ്റ് ചെയ്ത് എടുത്ത് വെക്കൂട്ടാ. ഇതുപോലെ പെട്ടിയാക്കി നോക്കൂട്ടോ. നിങ്ങൾക്ക് ഈ പെട്ടിന് എടുത്തിട്ട് കൊണ്ടുപോയാൽ മതി. എന്റെ വീട് കാണേ ഇന്നത്തെ മക്കളെ ഒരു പാക്കിങ് അടിപൊളി പാക്കിങ് കാരണം വിളിച്ചു പറഞ്ഞോളി. വണ്ടി കണ്ട് എടുത്തിട്ടാ കൊണ്ടുപോകാം. ഒരു വെയിറ്റിംഗും ഉണ്ടാവില്ല. അല്ലല്ല മറ്റത് വേറെ വില്ല 500ന്റെ 5000ന്റെ വേറെ വില്ലാണ്. അത് വേറാക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പോവാണ് മക്കളെ. അതിന്റെ ചേലുണ്ടാവും. എടുക്ക് ശരിക്കും എടുക്ക്. ഞാൻ കട്ടി നടക്കണം. ഇത് യൂട്യൂബ് വരുമോ? എല്ലാരും കണ്ടിട്ടുണ്ടെന്നാ ഒന്ന് കൈയടിക്കൂ. ഇതൊക്കെ വീഡിയോ കേട്ടോ. ഇതൊക്കെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ചെറിയ ഞങ്ങൾ വന്ന വിശേഷങ്ങൾ. അപ്പോൾ ഇവരെ ബർത്ത്ഡേ, കുട്ടികളെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ മാസത്തിലൊക്കെ കഴിഞ്ഞത്. അപ്പോൾ അന്നൊന്നും കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ വരില്ല വിചാരിച്ചുകൊണ്ട് അപ്പോൾ ജസ്റ്റ് അതിനൊരു കേക്കും ഉണ്ടാക്കിയതുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കേക്ക് എന്നാൻ പൂതി വല്ലാണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഓനൊരു സർപ്രൈസും കൊടുത്തു. പിന്നെ റിനിമോളെ കേക്ക് അവിടുന്ന് പേര് എഴുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഓക്കും സർപ്രൈസ് കൊടുക്കാനായിട്ട് ചെറിയ നാത്തും വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടുന്ന് പേര് എഴുതാതെ ഇവിടുന്ന് ആൻറ്റിനെ കൊണ്ട് എത്തിച്ചാന്നൊക്കെ പറഞ്ഞ് നോടാറ് കൊടുക്കുന്നത് കേട്ടോ. പക്ഷെ അവിടുന്ന് പേര് എഴുതി കഴിഞ്ഞാൽ ഓളെ സർപ്രൈസ് പൊളിയില്ലേ.
അപ്പോൾ അത് വിചാരിച്ചിട്ട് അപ്പോൾ ഇവിടെ വന്നാൽ രണ്ടാമത്തെ നാത്തൂന് ഒക്കെ വെക്കണമാരൊക്കെ പേര് എഴുതിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.